ജീവിതത്തിൽ ആഗ്രഹങ്ങളില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരു നിമിഷം ഒന്ന് പകയ്ക്കും, എന്തു പറയണമെന്ന് അറിയാതെ. കാരണം ഒന്നിലധികം ആഗ്രഹങ്ങൾ മിക്കവർക്കും ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ അധ്യായത്തിന്റെ പേര് പന്നിവാല് എന്നാണ്. അതെന്താണാവോ പന്നിവാല്? നമുക്ക് നോക്കാം. ടോട്ടോച്ചാന അന്ന് വരേക്കും 2 വലിയ ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കഴിഞ്ഞ ഒരു അധ്യായത്തിൽ പറഞ്ഞ പോലെ അത്ലറ്റിക് ബ്ലൂമേഴ്സ് ധരിക്കുക. രണ്ടാമത്തെ ആഗ്രഹമോ തലമുടി പന്നിവാല് പോലെ പിന്നിയിടുക. തീവണ്ടിയിൽ വെച്ച് മുതിർന്ന വിദ്യാർത്ഥിനികളെ അവൾ കാണുമ്പോൾ അവരുടെ നീളത്തിൽ പിന്നിയിട്ടിരിക്കുന്ന മുടി കാണുമ്പോൾ അത്ഭുതത്തോടെ, അല്പം ഒരു കൊതിയോടെ അവൾ നോക്കി നിൽക്കാറുണ്ട്. ഭംഗിയുള്ള മുടി ഇതുമാതിരി തനിക്കും കെട്ടിയിടണം അവൾ തീരുമാനിച്ചിരുന്നു. ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ടോട്ടോച്ചാൻ മുടി വളർത്തിയിരുന്നു. സാധാരണ നമ്മൾ ചെറിയ കുട്ടികളുടെ മുടികൾ ഈ ഇറക്കത്തിൽ വെച്ച് നിർത്തുകയാണ് പതിവ്. കാരണം അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള പ്രായമാകുന്നിടം വരെ മുടി വളർത്താതിരിക്കുകയാണ് നല്ലത് എന്ന തോന്നലിൽ തലയുടെ ഒരു വശത്തേക്ക് മാറ്റി വകുപ്പെടുത്ത് കോതി ഒതുക്കിയ മുടി റിബൺ കൊണ്ട് കെട്ടി അമ്മ ടോട്ടോച്ചാൻ്റെ പ്രത്യേകതരം ഹെയർ സ്റ്റൈൽ ഉണ്ടാക്കുമായിരുന്നു. ആ രീതി അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. മുടി വളർത്തിയെടുക്കേണ്ടത് അവളുടെ ആവശ്യമാണ്. പന്നിവാല് പിന്നിടേണ്ടതാണ് അവൾക്ക്. അങ്ങനെ ഒരു ദിവസം ആ സ്വപ്നം യാഥാർത്ഥ്യമായി. അത്യാവശ്യം പിന്നാനുള്ള നീളം ടോട്ടോയുടെ മുടിക്കായി എന്ന് തോന്നിയപ്പോൾ അമ്മ ഒരു ദിവസം അവളുടെ കൊച്ചു തലയില് 2 പന്നിവാല് പിന്നിക്കൊടുത്തു. 2 കുഞ്ഞു പന്നിവാലികൾ. ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ചെറിയ മുടിക്കെട്ടുമായി നടക്കുന്ന കുഞ്ഞു പെൺകുട്ടികളെ നമുക്ക് ഓർമ്മ വരും, അല്ലേ? അമ്മ ടോട്ടോയുടെ വാലിന്റെ തുമ്പുകൾ റബ്ബർ ബാൻഡ് ഇട്ട് 2-3 തവണ മടക്കി റബ്ബർ ബാൻഡ് ഇട്ട് സുരക്ഷിതമാക്കി വിട്ടു. റിബണുകൾ കൊണ്ടും അലങ്കരിച്ചു. പക്ഷേ അവസാനം ഒക്കെ കഴിഞ്ഞ് കണ്ണാടി നോക്കിയപ്പോഴാണ് നമ്മുടെ കൊച്ചു ടോട്ടോയ്ക്ക് ഒരു സത്യം മനസ്സിലായത്. മുതിർന്ന കുട്ടികളുടെ, അവൾ സാധാരണ ട്രെയിനിൽ കാണാറുള്ള മുതിർന്ന കുട്ടികളുടേതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ ഈ പന്നിവാല് ചെറുതും കുറുകിയതുമാണ്, തീരെ നേർത്തതാണ്. സത്യത്തില് ശരിക്കും ഒരു പന്നിയുടെ വാല് പോലെ തന്നെയുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അവൾക്ക് സന്തോഷമായി. പന്നിവാല് തലയിൽ കയറിയല്ലോ. അവൾ റോക്കിയുടെ അരികിലേക്ക് ഓടി തൻ്റെ വാലുകൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് അവൾ നിന്നൊന്ന് വട്ടം കറങ്ങി. റോക്കി ആവട്ടെ 1-2 തവണ മിഴിച്ചു നോക്കി. ഇതെന്തായി കാണിക്കുന്നത്? നിന്റെ മുടി ഞാൻ പിന്നി തരാട്ടോ, നീളട്ടെ, അവൾ പറഞ്ഞു. പിന്നൽ അഴിഞ്ഞു പോയാലോ എന്ന് കരുതി, എന്ന് പേടിച്ച് തീവണ്ടിയിൽ കയറുമ്പോഴും എന്തിനെങ്കിലും കുനിയേണ്ടി വരുമ്പോഴുമൊക്കെ തല ഒന്ന് സൂക്ഷിച്ച് ആണ് അവൾ ചെയ്തിരുന്നത്. നേരെ നിൽക്കുമ്പോൾ തല ആവുന്നിടത്തോളം നിവർത്തി ഒരു നിശ്ചല വസ്തു പോലെയായിരുന്നു ടോട്ടോ നിന്നത്. ഇത്ര ഭംഗിയുള്ള പിന്നല് എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ. ട്രെയിനിലിരിക്കുമ്പോൾ അവൾ പ്രതീക്ഷാപൂർവം സങ്കല്പിച്ചു നോക്കി. ഹായ്, എന്ത് രസാ കുട്ടിയുടെ തലമുടി പിന്നിയിരിക്കുന്നത്, ആരെങ്കിലും പറയുമോ? പക്ഷെ ഉണ്ടായില്ല. ആരും അതേക്കുറിച്ച് ശ്രദ്ധിച്ചു പോലുമില്ല, ചോദിച്ചുമില്ല. ഏതായാലും സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോ സാക്കോച്ചാൻ, മിയാച്ചാൻ, കീക്കോ, ഓക്കി എന്നിവരൊക്കെ ടോട്ടോയുടെ ചുറ്റും കൂടി അത്ഭുതത്തോടെ ഹൈ, പന്നിവാല് ടോട്ടോയ്ക്ക്, അവർ ഒന്നിച്ചു പറഞ്ഞു. മതി, കൊച്ചു ടോട്ടോയ്ക്ക് പരമസംതൃപ്തിയായി. വേണമെങ്കിൽ തൊട്ടു നോക്കിക്കോളൂ, പതുക്കെ വേണേ, അമ്മ സൂക്ഷിച്ചു പിന്നി തന്നതാണ്, പതുക്കെ, അമക്കണ്ട, തൊട്ടാ മതി. അവൾ അവർക്ക് അനുവാദവും കൊടുത്തു. എന്നാൽ ആൺകുട്ടികളെ ഈ പന്നിവാലൊന്നും അത്ര പെട്ടെന്ന് ആകർഷിച്ചില്ല. പലരും അത് ശ്രദ്ധിച്ചു പോലുമില്ല. പക്ഷെ ഊണ് കഴിഞ്ഞിട്ടുള്ള ഇടവേളയില് യാദൃച്ഛികമായിട്ടാണ്, ഹയ്യടാ, ടോട്ടോച്ചന്റെ പുതിയ ഹെയർ സ്റ്റൈല് കണ്ടാ, അവളുടെ ക്ലാസ്സിലിടെ ഓയെ ഉച്ചത്തിൽ വിളിച്ചുകൂവി. നോക്കൂ, ടോട്ടോ മുടി കെട്ടിരിക്കുന്നു. അത് കേട്ട് മറ്റൊരുവൻ ആർത്തു. ഇതാണ് പന്നിവാല്, ടോട്ടോ അഭിമാനത്തോടെ പ്രതിവചിച്ചു. ആൺകുട്ടികളിൽ 1-2 പേരെങ്കിലും അത് ശ്രദ്ധിച്ചതിൽ, കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ഇപ്പൊ ശ്രദ്ധിച്ചതിൽ ടോട്ടോയ്ക്ക് വലിയ ആഹ്ലാദം തോന്നി, വലിയ അഭിമാനവും. ഇതിനിടയിൽ 2 കൈകളും ഉയർത്തി അവളുടെ ഞാന്ന് കിടക്കുന്ന ഓഞ്ഞ പന്നിവാലിന് മുകളിൽ പിടിമുറുക്കിക്കൊണ്ട് പന്നിവാൽ ആദ്യം ശ്രദ്ധിച്ച ആൺകുട്ടിയായ ഓയെ പറഞ്ഞു, നല്ല ക്ഷീണം, ഊണ് കഴിഞ്ഞതുകൊണ്ടാവാം, ഇത്തിരി നേരം ഞാൻ ഇതിലൊന്ന് തൂങ്ങി നിന്നോട്ടെ, ഒന്ന് കിടക്കാമെന്ന് തോന്നുന്നു തൂങ്ങി. ഓ, ഇത് ട്രെയിനിന്റെ കൈപ്പിടിയെക്കാട്ടിലും സ്റ്റൈലാണല്ലോ. പക്ഷെ കുഴപ്പം അവിടെ തീർന്നില്ല. ഈർക്കിലി പോലെയുള്ള ടോട്ടോച്ചാന്റെ
ഇരട്ടി വലിപ്പമുണ്ട് ഓയയ്ക്ക്. എന്നു മാത്രവുമല്ല, അവരുടെ ക്ലാസ്സിലെ ഏറ്റവും തടിയൻ കുട്ടി ഓയയാണ്. മുടിക്കെട്ടിൽ അവന്റെ കൈകൾ മുറുകിയതും അവിടെ നിന്നിരുന്ന ടോട്ടോ മുഴുവൻ ബാലൻസും പോയി പൊത്തക്കോ എന്ന് താഴേക്ക് വീണു. ടപ്പോന്ന് ചന്തിയടിച്ചാണ് ടോട്ടോ വീണത്. കൈപ്പിടി എന്ന് പറഞ്ഞ് തന്റെ ചങ്കുരുകി പോകും വണ്ണം കളിയാക്കിയത് തന്നെ ടോട്ടോയ്ക്ക് സഹിക്കാവുന്നതിലും അധികമായിരുന്നു. ട്രെയിനിന്റെ കൈപ്പിടിയാണോ താൻ ഇത്ര ഓമനിച്ച് തലയിൽ ഇന്ന് ചെയ്തുകൊണ്ട് വന്ന പന്നിവാല്? പോരാഞ്ഞിട്ട് നിഷ്കരണം അവൻ തന്നെ തറയിൽ തള്ളിയിടുകയും ചെയ്തിരിക്കുന്നു. വീണ് കിടന്ന ടോട്ടോയെ കായികമേളയിലെ ഒരു വടംവലി എന്ന പോലെ ഏല ഐലസ ഏല ഐലസ ഓയെ പന്നിവാലിൽ പിടിച്ചുയർത്താൻ ശ്രമിക്കുകയാണ്. ടോട്ടോച്ചാൻ ഉറക്ക കരഞ്ഞു. അതല്ലാതെ അവൾക്കൊന്നും അപ്പൊ ചെയ്യാനാവില്ല. ടോട്ടോച്ചാൻ വിചാരിച്ചിരുന്നത് പന്നിവാല് കെട്ടുന്നത് മുതിർന്ന പെൺകുട്ടികളാണ്. അപ്പോൾ നമ്മൾ പന്നിവാല് കെട്ടിയാൽ ഒരു പെൺകുട്ടിയായി നമ്മൾക്ക് ഒരു അംഗീകൃത ലക്ഷണമായി എന്നാണ്. അതുള്ളതിനാൽ ക്ലാസ്സിലെ എല്ലാവരും, അന്ന് രാവിലെ ട്രെയിനിൽ കാണുന്ന എല്ലാവരും തന്നോടൊരൽപ്പം ഭവ്യതയോടെ പെരുമാറും എന്നാണ് ടോട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താണ് ക്ലാസ്സിൽ ഉച്ചയ്ക്ക് ശേഷം സംഭവിച്ചത്? ഓയെ തന്നെ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, തന്നെ തള്ളി താഴെ ഇടുകയും തന്റെ പന്നിവാലിനെ അപമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അവള് കരഞ്ഞ് നിലവിളിച്ച് നേരെ ഹെഡ് മാസ്റ്ററുടെ മുറിയിലേക്ക് ഓടി. ഗദ്ഗതത്തോടെയുള്ള കതകിന് മുട്ടൽ കേട്ട് മാസ്റ്റർ പതുക്കെ വാതില് തുറന്നു. പതിവ് പോലെ ഇടുപ്പിൽ കൈകളൂന്നി അദ്ദേഹം മെല്ലെ കുനിഞ്ഞു. കാരണം ടോട്ടോ താഴെ ചെറിയ കുട്ടിയാണല്ലോ. ടോട്ടോയുടെ അടുത്തേക്ക് കുനിഞ്ഞു. ഇപ്പോ ഇരുവരുടെയും കൺകോണുകൾ ഒരേ നിരപ്പിലായി. എന്ത് പറ്റി? അദ്ദേഹം ചോദിച്ചു. ഓയേ ഏല ഐലസ എന്ന് പിടിച്ചിട്ട് എന്റെ പന്നിവാലില് പിടിച്ചു പൊക്കാൻ നോക്കി. പന്നിവാലി യഥാസ്ഥാനത്ത് തന്നെ ഉണ്ടോ എന്ന് കൈകൊണ്ടൊക്കെ തപ്പി തടവി നോക്കിയിട്ട് ഏങ്ങലടിച്ച് ടോട്ടോ പറഞ്ഞു. മാസ്റ്റർ അവളുടെ തലമുടിയിലേക്ക് നോക്കി. കണ്ണീരണിഞ്ഞ ആ മുഖത്തിന് തികച്ചും അനുചിതമായ അവളുടെ പന്നിവാല് ചുറുചുറുക്കോടെ ആടി കളിക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ ഇരുന്നു. അഭിമുഖമായി ഒരു കസേരയിൽ ടോട്ടോ ചാനയും പിടിച്ചിരുത്തി. അതുപോലെ തന്റെ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചു. കരയണ്ടാട്ടോ, അദ്ദേഹം പറഞ്ഞു. നിന്റെ തലമുടി മനോഹരായിരിക്കുന്നല്ലോ. ഇതാരാ ഇങ്ങനെ ചെയ്തു തന്നത്? നല്ല ഭംഗിയുണ്ട്. മാസ്റ്റർക്ക് ഇഷ്ടായോ? ലജ്ജയോടെ ആണെങ്കിലും കണ്ണീർ വീണ് വിവർണമായ മുഖം മെല്ലെ ഉയർത്തി അവൾ ചോദിച്ചു. പിന്നെ ഉഗ്രനായിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. എന്നെങ്കിലും ഒരു കാലത്ത് എനിക്കും ഒരു പന്നിവാല് വെക്കണം. ടോട്ടോച്ചാൻ കരച്ചിൽ നിർത്തി കസേരയിൽ നിന്ന് ചാടിയിറങ്ങി. എന്നിട്ട് പറഞ്ഞു, ഓയെ ഇനി ഏല ഐലസ പാടിക്കൊണ്ട് വന്നാ പോലും ഞാൻ കരയില്ല. എനിക്ക് സന്തോഷായി. മന്ദസ്മിതം നിറഞ്ഞ സമ്മതഭാവത്തിൽ മാസ്റ്റർ തലകുലുക്കി. ഓ ആയിക്കോട്ടെ. ടോട്ടോച്ചാന്റെ മുഖത്തും വിടർന്നു ഒരു നല്ല പുഞ്ചിരി. പ്രസന്നമായ ആ മുഖം ഇപ്പോ പന്നിവാലിന് നന്നേ ചേർന്നിട്ടുണ്ട്. മാസ്റ്ററെ തല കുനിച്ച് വന്ദിച്ച് അവൾ കൂട്ടുകാരോടൊപ്പം ചേരാനായി തിരികെ മൈതാനത്തിലേക്ക് ഓടി. തല ചൊറിഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഓയയെ കാണുമ്പോൾ അല്പം മുമ്പേ താൻ കരഞ്ഞു നിലവിളിച്ചത് തന്നെ ടോട്ടോ മറന്നുപോയിരുന്നു. അടുത്തേക്ക് വന്ന് ഓയെ വളരെ ഭവ്യതയോടെ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, മുടി പിടിച്ചു വലിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. മ്ലാനമായ ശബ്ദത്തിലാണ് ഓയെ അത് പറഞ്ഞത്. മാസ്റ്റർ എന്നെ ശകാരിച്ചു. പെൺകുട്ടികളോട് ഹൃദ്യമായി പെരുമാറണമെന്നും പറഞ്ഞു. അവരോട് മര്യാദകേട് കാണിക്കാൻ പാടില്ല, അവരെ സംരക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ടോട്ടോച്ചാന് സത്യത്തില് ഒരളവോളം അമ്പരപ്പാണുണ്ടായത്. പെൺകുട്ടികളോട് ഹൃദ്യമായി പെരുമാറണം എന്ന് ആരെങ്കിലും പറയുന്നത് അവൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ആൺകുട്ടികൾക്കായിരിക്കും സാധാരണ എല്ലായ്പ്പോഴും പ്രാമുഖ്യം. ഒരുപാട് കുട്ടികളുള്ളതായി തനിക്കറിയാവുന്ന കുടുംബങ്ങളിലെല്ലാം ആൺകുട്ടികളാണ് പ്രധാനികൾ. ഊണിനാണെങ്കിലും മറ്റു ലഘുഭക്ഷണ വേളകളാണെങ്കിലും ഒക്കെ ആദ്യം അമ്മമാർ വിളമ്പുക അവർക്കായിരിക്കും. ചില അമ്മമാര് പെൺകുട്ടികൾ സംസാരിക്കുമ്പോൾ ശകാരിക്കുന്നതും കൂടി ടോട്ടോ കേട്ടിട്ടുണ്ട്. നിർത്ത്, നിന്റെ ചെലപ്പ്. പെൺകുട്ടികൾ കണ്ടാ മതി, പറയണ്ട. അതൊക്കെ ഇരിക്കട്ടെ. മാസ്റ്റർ ഒയയോട് പറഞ്ഞിരിക്കുന്നു പെൺകുട്ടികളെ സംരക്ഷിക്കണമെന്ന്. സംരക്ഷിക്കുകയോ? ടോട്ടോച്ചാന് വിചിത്രമായി തോന്നി. എങ്കിലും അത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. സംരക്ഷിക്കപ്പെടുക, കൊള്ളാം.
ഓയയ്ക്ക് അതൊരാഘാതമായിരുന്നു. പെൺകുട്ടികളോട് മര്യാദയോടെ സ്നേഹത്തോടെ പെരുമാറാത്തതിന് ശാസിക്കപ്പെടുക. ബഹുകേമം. ആദ്യമായാണ് അവന് ഇങ്ങനെ ഒരു അനുഭവം. അന്ന് ആദ്യമായിട്ടായിരുന്നു അവൻ മാസ്റ്ററിൽ നിന്ന് ശകാരത്തിന്റെ ഭാഷ കേട്ടത്. മറ്റാരെയെങ്കിലുമോ മാസ്റ്റർ ശകാരിക്കുന്ന അവൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് മനസ്സിലായി അവൻ ചെയ്തത് തികച്ചും തെറ്റും മര്യാദ കേടുമാണെന്നത്. ആ ദിനം അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അവൻ മറന്നില്ല. ടോമോയിൽ വെച്ച് കൊബായാഷി മാസ്റ്റർ ആദ്യമായും അവസാനമായും അവനെ ശകാരിച്ച ദിവസം. കുട്ടിക്കാലത്ത് മുടി കെട്ടാനും അമ്മമാര് ഊരിയിടുന്ന സാരി ഉടുക്കാനുമൊക്കെ പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു ഭയങ്കര കൗതുകവും രസവുമാണ്. ഞാനും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റിൽ എഴുതണം. നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം. അടുത്ത അധ്യായവുമായി നമുക്ക് നാളെ കേൾക്കാം.